ഹലോ, കാർ വേൾഡാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹലോ, ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോണത് 2015 ZDI റിഡ്സ് സിംഗിൾ ഓണർ കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അലോയ് വീല്, 2 എയർ ബാഗ്, ABS, ബാക്കിൽ വൈഫർ ഒക്കെ എല്ലാ സിസ്റ്റമുള്ളൊരു വണ്ടിയാട്ടോ. ഏറ്റവും അന്നത്തെ ഫുൾ ഓപ്ഷൻ. ഓക്കെ, വണ്ടി നോക്കിക്കോളി. നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ്. വണ്ടിമേൽ വലിയ കംപ്ലൈൻറ്റും കാണില്ല. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ തന്നെയാണ് അല്ലേ. വണ്ടി ഫുള്ള് കണ്ടിട്ട് ആർക്കെങ്കിലും വണ്ടി ഒരു റിഡ്സ് ആവശ്യമുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോളി, ഓർക്ക് ഉപയോഗപ്പെടും. നല്ലൊരു റിഡ്സിന് ആഗ്രഹമുള്ളവർക്ക് ആവശ്യപ്പെട്ടു ഉണ്ടാവും കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നോക്കി കൊള്ളിട്ടോ. ഫുള്ള് ഉള്ളും പുറമൊക്കെ ഫുള്ള് കണ്ടിട്ട് വേണമെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. 2015 സിംഗിൾ ഓണറുമാണ്. ഇതാണ് ABS ഉണ്ട്, ZDI ആണ്. ബാക്കിൽ വൈഫർ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ പുറത്തൊക്കെ നല്ല ബോഡി ഷേപ്പൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഒരു ഡാമേജും ഇല്ല വണ്ടി മേലെ കേട്ടോ. ഓക്കെ, എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ ഇഞ്ചർ റൂം ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ വണ്ടീൻ്റെ സ്റ്റാർട്ടിങ് നോക്കി, നല്ല സ്റ്റാർട്ടിങ്ങാണ്, നല്ല സൗണ്ടല്ലേ. അറിയുന്നവനറിയാം. ഇപ്പോൾ ഞാൻ രാവിലെയാണ് ഈ സ്റ്റാർട്ടാക്കിയത്. ഓടി ചൂടായിട്ടൊന്നുമില്ല. വണ്ടി സ്റ്റാർട്ടിങ് അല്ല, നല്ല സ്റ്റാർട്ടിങ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ടിങ്ങിന് സൗണ്ട് മാറ്റം എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കോ കേട്ടോ. ഇല്ലല്ലോ, റോയൽ ലീക്ക് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. നല്ല ഇഞ്ചനാട്ടോ. ഇഞ്ചിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. ഓക്കെ, അതിന് ഇഞ്ചർ റൂം നോക്കിക്കോളി, എന്തെങ്കിലും താറാറുണ്ടോ നോക്കിക്കോളി. ഇഞ്ചർ റൂമിൽ നിന്നൊരു താറാറൊന്നും കാണില്ല. ഇത് ഒറിജിനൽ തന്നെയാണ്. പേസ്റ്റൊക്കെ അത് ഒറിജിനൽ തന്നെയാണ്. ടൈമിൽ കമ്പനി ഇറങ്ങുമ്പോൾ അല്ല പേസ്റ്റ് തന്നെയാണ് ആ പേസ്റ്റൊക്കെ കേട്ടോ. പിന്നെ ഈ ഫ്രെയിം പറഞ്ഞാൽ ഇതും ഒറിജിനൽ തന്നെയാണ്. സ്റ്റിക്കറൊക്കെ കാണുന്നുണ്ടല്ലോ. ഇവിടെയും ഇതാ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ്. പിന്നെ ബോണറ്റും ഒറിജിനൽ തന്നെയാണ്. ഈ ബോണറ്റ് ഒറിജിനൽ ഈ സാധനം ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഒറിജിനൽ പേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. ഓയിൽ ലീക്കൊന്നുമില്ല. ഓയിൽ ലീക്കൊക്കെ അല്ല, ഇഞ്ചനൊക്കെ നല്ല വൃത്തിയാണ്. ഓക്കെ, അതിൻ്റെ ഇൻറ്റീരിയർ നോക്കിയോളി. ഇൻറ്റീരിയർ എന്ത് ഉറങ്ങുകയാണെങ്കിൽ 4 പോകാൻ പവർ വിൻഡോ ഉണ്ട്. ഈ സൈഡ് കണ്ണാടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടനാണിത്, അതുണ്ട്. പിന്നെ ഉള്ളിൽ സീറ്റ് കവർ, നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒറിജിനൽ കമ്പനി ഇറങ്ങുമ്പോൾ ഒട്ടിച്ച് വിടുന്നത് തന്നെയാണ് ഇതൊക്കെ. ഇടവറുമ്പിൽ സ്റ്റിക്കറുണ്ട്. നല്ല വൃത്തിയുണ്ട്. ഉള്ളൊക്കെ നല്ല വൃത്തിയാട്ടോ. കമ്പനി ഇറങ്ങുമ്പോൾ നല്ല സെറ്റ് തന്നെയാണ്. സെറ്റൊക്കെ ഓക്കെ. ഡിക്കിൻ്റെ ഒക്കെ നോക്കിയപ്പോൾ ടയർ ഇതാ, അതും സ്റ്റെപ്പിനി തന്നെയാണ്. ജാക്കിൻ്റെ ഉള്ളിലുണ്ട് സ്റ്റെപ്പിനി. ഇതാണ് സ്റ്റെപ്പിനിയും അലോയ് വീൽ തന്നെയാണ്. ഓക്കെ, ഉണ്ടാ ഇതിൻ്റെ സ്റ്റിക്കർ പറിച്ചിട്ടുണ്ട്.
കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളു വിവരങ്ങളൊക്കെ. ഓക്കെ, ഇനി ഇതിന് പാർട്ടി ഇതെല്ലാം ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന് പാർട്ടി ഉദ്ദേശിക്കുന്ന വില പറഞ്ഞാൽ 3,90,000 റുപ്യാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി. ചെറിയൊരു നെഗോസിബിളൊക്കെ ഉണ്ടാവും കേട്ടോ. ആവശ്യമുണ്ട് വിളിച്ചോളി കേട്ടോ. 3,90,000 പാർട്ടി ഉദ്ദേശിക്കുന്നത്. കിട്ടേണ്ട പൈസ ചെറിയ കമ്മികളൊക്കെ ഉണ്ടാവും.